ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടാൻ പോകുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് വിദ്യോദയ സ്കൂൾ. എല്ലാവർക്കും അറിയുന്നതാണ്. വിദ്യോദയ സ്കൂളിലും വളരെ അടുത്തായിട്ടാണ്. നമുക്കിതൊരു വില്ല പ്രൊജക്റ്റ് ആണ്. 5 വീടുകളാണ് ഇവിടെ ഉള്ളത്. അതിനകത്ത് 3 എണ്ണം സെയിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 വീടുകളും കൂടിയാണ് ഇവിടെ സെയിലിന് റെഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്പറുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. കാരണം വളരെ ഫാസ്റ്റ് ആയിട്ട് വിറ്റ് തീർന്നുകൊണ്ടിരിക്കുന്ന വില്ല പ്രൊജക്റ്റ് ആണ്. എലിവേഷൻ കൊണ്ടാണെങ്കിലും ഇന്റീരിയർ വർക്കുകൾ കൊണ്ടും പ്രൈസ് കൊണ്ടും ഏറ്റവും കംഫർട്ടായ വില്ലകളായതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് സെയിലായി പോകുന്നത്. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബസ് റൂട്ടിലേക്ക് വെറും 200 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാക്കനാട് ഭാഗത്തുള്ള എല്ലാ മെയിൻ സ്കൂളുകളുടെയും സ്കൂൾ ബസ്സുകൾ കടന്നു പോകുന്ന റൂട്ടും കൂടെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പറയേണ്ടത്. നമുക്ക് ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് അല്ലെങ്കിൽ മെയിൻ ജംഗ്ഷനിലേക്കൊക്കെ പോകണമെങ്കിൽ 500 മീറ്റർ മാത്രമാണ് ട്രാവൽ ചെയ്യേണ്ടത്. ഇതിന്റെ എലിവേഷൻ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് പോകണമെങ്കിൽ 5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. എയർപോർട്ട് ഭാഗത്തേക്കാണെങ്കിൽ 20 കിലോമീറ്ററും ട്രാവൽ ചെയ്താൽ എത്താവുന്നതാണ്. ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ വെറും 8 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഞാൻ പറഞ്ഞു, ഒരു വില്ല പ്രൊജക്ട് നിങ്ങളെല്ലാം കണ്ടു. ഇതിന്റെ റോഡ് കണ്ടു, ഫ്രണ്ടിലൂടെ പോകുന്ന നല്ല ഭംഗിയുള്ള ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ്. വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ കണ്ടു. നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടു. ഗേറ്റ് മതിലൊക്കെ നോക്കുവാണെങ്കിൽ മതിലിൽ വന്നിട്ടാണെങ്കിൽ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ ചെറിയൊരു ഡിസൈൻ വരുന്നുണ്ട്. അതിനകത്ത് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മതിലിന്റെ മുകൾ ഭാഗത്ത് നോക്കിയാൽ കാണാം ഒരു ജാളി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ട് നമുക്ക് ലേസർ കട്ട് ഡിസൈൻ വരുന്നുണ്ട്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും ഈ ഒരു സൈഡ് വന്നിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. കാർപോർച്ച് നോക്കിയാൽ കാണാൻ നല്ല ഭംഗിയായിട്ട് സ്റ്റാൻഡേർഡ് ആയ രീതിയിലാണ് ഈ ഒരു കാർപോർച്ചിന്റെ റൂഫിംഗ് ഒക്കെ വുഡൻ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊക്കെ നോക്കിയാൽ കാണാം ഭംഗിയുടെ ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്പോട്ട് ലൈറ്റുകൾ പോലെ തോന്നിക്കുന്ന ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കവേർഡ് ആയിട്ടുള്ള ഒരു വലിയ കാർപോർച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു കാറാണ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്. 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് സൈഡിലേക്ക് നോക്കിയാൽ കാണാം ഒരുപാട് സ്പേസ് ആണ് അവിടെ എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മുറ്റമൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. അതുകൂടാതെ അതിനിടയിലെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ കിണർ കാണാൻ പറ്റുന്നുണ്ട്. കിണർ കഴിഞ്ഞാൽ പിന്നെ വീടിന്റെ ബാക്കിലേക്ക് പോകാനുള്ള വഴിയാണ്. ഇവിടെ കാക്കനാട് ഭാഗമാണ്, റെഡ് സോയിലാണ്, നല്ല കിണർ വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. വീടിന്റെ 2 സൈഡിലൂടെയും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ പോർച്ചിന്റെ റൂഫിംഗ് ഒന്നും കൂടെ കണ്ടോളൂ. ഭംഗിയായിട്ട് വുഡൻ പാനലിംഗ് ചെയ്തും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു അട്രാക്ഷൻ ആണ്. ഇവിടെ ഈ വർക്ക് ജസ്റ്റ് ഫിനിഷ് ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് പെയിന്റിന്റെ ബക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് അതൊക്കെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാനുള്ള, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള വർക്കുകളും കൂടെ മാത്രമാണ് ഇവിടെ പെയിന്റിംഗ് ആയിട്ടുള്ളത്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം സ്റ്റോൺസ് വിരിച്ചിരിക്കുന്ന ആ ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ ബാക്കിലേക്ക് അങ്ങോട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് വർക്ക് ഏരിയ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. വീടിന്റെ ദർശനം വരുന്നത്, വീടിന്റെ മെയിൻ ഡോറ് വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. സിറ്റ് ഔട്ട് നോക്കിയാൽ കാണാം ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലും ചെറിയൊരു ലൈറ്റ് ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിനി മെയിൻ ഡോർ 2 പീസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് തുറന്ന് അകത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ഡോറിന്റെ ആ ഒരു പാറ്റേൺ നിങ്ങൾ കണ്ടല്ലോ, നല്ല ഭംഗിയായിട്ടുള്ള ഡോറിന്റെ ഡിസൈൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റീലിന്റെ ചെറിയ ബീഡിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വീതിയുള്ള കട്ടളപ്പടിയാണ് വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. നേരെ കയറി വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള വിൻഡോസ് വരുന്നത് ആ ഒരു ഭാഗത്താണ്. വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഒരുപാട് രീതിയിൽ ഓപ്പണിംഗ് ചെയ്യാവുന്ന വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ വിൻഡോസിന്റെയും പുറത്തേക്ക് പ്രൊജക്ട് നിൽക്കുന്ന ഭാഗമെല്ലാം വുഡൻ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോർ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അധികമൊന്നും കാണാത്ത കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. റെഡ് ആൻഡ് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷൻസ്, ലൈറ്റ് കളേഴ്സ് മാത്രമാണ് അതിനകത്ത് വരുന്നത്. നേരെ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മൾട്ടിവുഡിന്റെ TV യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഓപ്പൺ ഷെൽഫുകളും ക്ലോസ് ചെയ്യാവുന്ന ഷെൽഫുകളും ഒക്കെ കൊടുത്തിട്ടാണ് ആ ഒരു TV യൂണിറ്റ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ വരുന്ന കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തെല്ലാം ചെറിയ രീതിയിലുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്.
ലിവിംഗ് സ്പേസിന്റെ റൂഫിൽ നോക്കിയാലും കാണാൻ കുറച്ച് വുഡൻ വർക്കുകൾ വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് ഇവിടെ ലിവിംഗിനായിട്ട് കിട്ടുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് ലിവിംഗ് സ്പേസ് ജസ്റ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ടും ഒരു 3 വിൻഡോസ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് ഹാളിലേക്കാണ്. വലിയൊരു ഏരിയ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 8 പേരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും ഈ ഭാഗത്ത് ഒരുപാട് വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. ചെറുതും വലുതുമായിട്ടൊക്കെ ഓപ്പൺ ചെയ്യാവുന്ന ഒരുപാട് വിൻഡോസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാലും കാണാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളാണ്. ഒരുപാട് വർക്കുകൾ വാരി വലിച്ച് ചെയ്യാതെ ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളാണ് റൂഫിൽ കിട്ടുന്നത്. നമ്മൾ ഡൈനിങ്ങിലേക്ക് വന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ എൻട്രൻസ് നിങ്ങൾ കണ്ടു കാണും. ഇങ്ങനെ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. അതിന്റെ എൻട്രൻസ് തന്നെ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ നോക്കിയാൽ കുറച്ച് ഡിസൈനുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പുകളൊക്കെ നോക്കിയാൽ കാണാം ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ്. സൈഡ് വരുന്ന ഫേസ് എല്ലാം കളർഫുൾ ആയിട്ടുള്ള ടൈലുമാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെയുള്ള ഭാഗം നോക്കിയാൽ കാണാം നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ വലിയൊരു കബോർഡ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. 2 ഡോറുകൾ വെച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന ഏരിയകളെല്ലാം തന്നെ മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ആ ഏരിയ ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഡൈനിങ് സ്പേസ് കണ്ടു. നമുക്കിനി ഡൈനിങ് ഹാളിൽ കാണേണ്ടത് ഇവിടുത്തെ വാഷിംഗ് ഏരിയ ആണ്. വാഷിംഗ് ഏരിയ വന്നിട്ട് നമ്മൾക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു സെപ്പറേറ്റ് ഏരിയ ആണ് ആ വാഷ് ബേസിൻ വെക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് ചുറ്റിനും മൾട്ടിവുഡ് കൊണ്ടുള്ള ഒരുപാട് വർക്കുകളും ഷെൽഫ് ഫെസിലിറ്റികളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു മിറർ വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലും താഴെയൊക്കെ ആയിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. സെറയുടെയാണ് വാഷ് ബേസിൻ അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇതൊരു 3 ബെഡ്റൂമിന്റെ വീടാണ്. 3 BHK ആണ്. താഴെ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ കണ്ടതിന് ശേഷം നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. കിച്ചൺ വന്നിട്ട് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എൻട്രൻസിൽ നോക്കിയാൽ കാണാം മൾട്ടിവുഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരുപാട് വർക്കുകൾ മുകളിൽ CNC കട്ടിങ് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ക്രോക്കറി ഷെൽഫ് കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഗ്ലാസ് ഡോർ ആണ് ക്രോക്കറി ഷെൽഫിന് കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴെയാണെങ്കിലും ഇതുപോലെ വുഡൻ ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഒരു കൗണ്ടർ ടോപ്പ് പോർഷൻ എല്ലാം തന്നെ മൾട്ടിവുഡിലാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് 2 ഹാങ്ങിങ് ലൈറ്റും ആണ് നമുക്ക് കിട്ടുന്നത്. കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 4 പേർക്ക് വരെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് കിച്ചണിനകത്ത് കിട്ടുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രേ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. കിച്ചണിൽ കാണുന്ന സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റും അതിനകത്ത് ചെറിയൊരു ബ്ലാക്ക് ലൈൻ വരുന്ന രീതിയിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ മുകളിലും താഴെയും ഒക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഫ്രിഡ്ജ് വെക്കാനായിട്ട് അഡീഷണൽ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. കിച്ചണിന്റെ സ്പേസിന് എഫക്ട് ചെയ്യാത്ത രീതിയിൽ ഫ്രിഡ്ജ് വെക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ കൂടി നമുക്ക് ഇവിടെ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. വിൻഡോസ് 3 എണ്ണമാണ് വരുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ കാണാം അത്യാവശ്യത്തിനുള്ള വർക്കും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കിച്ചണിൽ കാണുന്ന ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഫ്ലോറിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിനേക്കാൾ കൂടുതൽ സൗകര്യത്തിലാണ് നമുക്ക് വർക്ക് ഏരിയ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ടോപ്പ് സ്ലാബ് വന്നിട്ട് ഗ്രാനൈറ്റിലാണ്. നമുക്ക് അവിടെ ഒരു സിങ്ക് കിട്ടുന്നുണ്ട്. താഴെയെല്ലാം ഒരുപാട് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. സൈഡും മുകൾ വശവും എല്ലാം തന്നെ നല്ല സേഫ് ആയിട്ട് കവർ ചെയ്തിട്ട് 2 എൻട്രൻസിലും വന്നിട്ട് 2 ഡോറുകളുമാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു വീടിന്റെ ഡീറ്റെയിൽ ഒക്കെ നോക്കുവാണെങ്കിൽ 3 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീടാണ് ഇവിടെ കിട്ടുന്നത്. അത് നമ്മുടെ പോക്കറ്റ് ഫ്രണ്ടിലായ ഒരു വീടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമ്മൾ ഇവിടുത്തെ ഈ ഒരു കിച്ചൺ കണ്ടു കഴിഞ്ഞു. വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് വരുന്ന സമയത്ത് വാഷ് ബേസിന്റെ അടുത്തൂടെ വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ്. ഇവിടുത്തെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു വുഡൻ ഐറ്റംസ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മൾട്ടിവുഡ് എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം മൾട്ടിവുഡിൽ തന്നെയാണ്. അതുകൂടാതെ മെയിൻ ഡോറുകളും നമുക്ക് ബെഡ്റൂമിന്റെ ഡോർ ഇതെല്ലാം തന്നെ മഹാഗണിയിലും ആഞ്ഞിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 14-10 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിൽ നമുക്ക് 2 വിൻഡോസും ഇവിടെ വന്നിട്ട് 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് എങ്കിലും ആവശ്യത്തിന് ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ റൂഫിൽ വരുന്നുണ്ട്.
വാർഡ്രോബ് നോക്കുവാണെങ്കിൽ അത്യാവശ്യത്തിന് വലിയൊരു വാർഡ്രോബ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഓപ്പണിംഗ് ചെയ്യാവുന്ന ഒരുപാട് ഡോറുകൾ കൊടുത്തിട്ട് വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ ഒരുപാട് ഓപ്പൺ സ്പേസുകൾ കിട്ടുന്നുണ്ട്. അതിനിടയിലൊക്കെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ ഡിസൈൻ വരുന്ന ടൈപ്പ് ഒരു ടൈലാണ് ബാത്റൂമിനകത്തെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴെയുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി മുകളിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് താഴെ എല്ലാം തന്നെ ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് നേരെ വരുമ്പോൾ കാണുന്ന ഈ ഒരു വലിയ വോളില് പെർഗോള പോലെയാണ് ഓപ്പണിങ്സ് കൊടുത്തിരിക്കുന്നത്. ഔട്ടർ ഫ്രെയിംസ് ഒക്കെ വന്നിട്ട് വുഡൻ ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നേരെ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഷോ ലൈറ്റ് കിട്ടുന്നുണ്ട്. അവിടെ തുടങ്ങി തന്നെ റൂഫിലെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആയിട്ടാണ് എങ്കിലും ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അവിടുന്ന് കയറി നേരെ വരുന്നത് ഇവിടുത്തെ ഒരു വലിയ ഹാളിലേക്കാണ്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാം. അതുകൂടാതെ ബാക്ക് സൈഡിലും ഒക്കെ ആയിട്ട് ഒരുപാട് ഓപ്പണിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹാളിൽ നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസ് ഇതാണ്. TV ഒക്കെ വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം മൾട്ടിവുഡ് കൊണ്ടാണ് ഈ കാണുന്ന ഓപ്പണിങ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. അതിനിടയിൽ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള ടെക്സ്ചർ വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രേ ഷെയ്ഡാണ് ആ വർക്കിന് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു ഡോറ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് വന്നിട്ട് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതും എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ടും കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ തന്നെ നോക്കിയാൽ കാണാം ഇതിന് ഡോറുകൾ, സ്ലൈഡിംഗ് ഡോറുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ പ്രൊട്ടക്ഷൻ ആയിട്ട് ഇതുപോലുള്ള അയൺ ബാറുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ഡോർ വരുന്നുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പൈപ്പ് ഫിറ്റിംഗ്സും വേസ്റ്റ് വാട്ടറുള്ള അറേഞ്ച്മെന്റും ഒക്കെ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. സ്റ്റെയർ കേസ് എടുത്തു പറയേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരെ കയറി വന്നു കഴിഞ്ഞ ശേഷം ഇവിടെ കണ്ടത് ഇവിടുത്തെ ഈ ഒരു ഹാളാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ യൂട്ടിലിറ്റി സ്പേസ് കണ്ടത്. അതിന് നേരെ ഓപ്പോസിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡോർ വരുന്നുണ്ട്. അത് വന്നിട്ട് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ബാൽക്കണിയിൽ നല്ല സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കിയാൽ കാണാം ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അതിനുള്ള മുകളിലുള്ള ആ ഒരു ഹാൻഡ് റൈൽസ് ഒക്കെ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ആണെങ്കിലും മുകളിൽ നല്ല രീതിയിലുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഒരു പില്ലർ നോക്കിയാലും നല്ല രീതിയിൽ വർക്കുകളൊക്കെയാണ് വരുന്നത്. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് വന്നത്. നമ്മൾ കണ്ടത് ഇപ്പോൾ ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. നമുക്ക് 2 ബെഡ്റൂമുകൾ ഇവിടെ കാണാനുണ്ട്. എൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് 2 ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തുള്ള ബെഡ്റൂം നമുക്ക് നോക്കാം. ബെഡ്റൂമുകളുടെ എല്ലാം ഡോറുകളുടെ പാറ്റേൺ ഒക്കെ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12x10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ നോക്കുമ്പോൾ ഇവിടെ 3 വിൻഡോസ് കാണാം. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലാണെങ്കിലും കാണാം കുറച്ച് ബോർഡർ ലൈനുകൾ പോലെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. വളരെ ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ആ ഒരു വുഡൻ ഷെയ്ഡ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് മാറി ഈ ഒരു സ്പേസിലായിട്ടാണ്. അഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സിംഗ് ടേബിളും അതിന് താഴെയായിട്ട് നമുക്ക് ഷെൽഫ് ഫെസിലിറ്റികളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു ടൈലാണ് ഇവിടുത്തെ വോളിലെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണ്. 15x10 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ ഇവിടെ 3 വിൻഡോസ് കാണാം. ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെങ്കിലും സിമ്പിൾ ആയിട്ട് തന്നെയാണ് വർക്കുകളും LED ലൈറ്റുകളും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വൈറ്റ് ആൻഡ് വുഡൻ കളറാണ് വാർഡ്രോബുകൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഓപ്പൺ സ്പേസുകൾ വരുന്നുണ്ട്. അതിനിടയിലൊക്കെ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ധാരാളമാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വൈറ്റ് കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്ത് വിദ്യോദയ സ്കൂൾ എന്ന സ്കൂൾ എല്ലാവർക്കും അറിയുന്നതാണ്. ഫേമസ് സ്കൂളാണ് വിദ്യോദയ. വിദ്യോദയ സ്കൂളിന് വളരെ അടുത്തായിട്ടാണ് ഇന്ന് പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത്. 5 വില്ലകൾ വരുന്നൊരു വില്ല പ്രൊജക്ടിനകത്ത് 3 വീടുകൾ സെയിലായിട്ടുണ്ട്. നമുക്കിനി 2 വില്ലകൾ മാത്രമാണ് ഇവിടെ സെയിലിനായിട്ടുള്ളത്. നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന വില്ലകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് മെയിൻ അതായത് ഇവിടെ നിന്ന് ബസ് റൂട്ടിലേക്ക് പോകണമെങ്കിൽ 200 മീറ്റർ മാത്രമാണ്, വോക്കബിൾ ഡിസ്റ്റൻസ്
ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്കുള്ളത്. എല്ലാ വിദ്യാലയങ്ങളുടെയും കാക്കനാട് ബേസ് ചെയ്ത് ഉള്ള നൈപുണ്യ സ്കൂള്, അതുപോലെ നമുക്ക് പൂക്കാട്ടുപടി സൈഡിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള സ്കൂളുകൾ എല്ലാത്തിന്റെയും മെയിൻ ആയിട്ടുള്ള എല്ലാ സ്കൂൾ ബസ്സുകളുടെയും വാഹനങ്ങൾ ഈ റൂട്ടിലൂടെയാണ് ട്രാവൽ ചെയ്ത് പോകുന്നത്. മാർത്തോമ സ്കൂള്, CC എല്ലായിടത്തേക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് എത്താം. അതുപോലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക്, രാജഗിരി, നമുക്ക് സൺറൈസ് ഹോസ്പിറ്റൽ എല്ലായിടത്തേക്കും വളരെ ഈസി ആയിട്ട് എത്താവുന്ന ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് നോക്കുകയാണെങ്കിൽ 1550 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂം കൂടാതെ നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്, വർക്ക് ഏരിയ കിട്ടുന്നുണ്ട്, ഒരു കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്, 2 വീലേഴ്സ് വെക്കാനായിട്ട് ധാരാളം ഏരിയ നമുക്ക് എക്സ്ട്രാ വേറെയും കിട്ടുന്നുണ്ട്. നമുക്ക് വെള്ളത്തിനായിട്ട് നോക്കുവാണെങ്കിൽ നല്ല കിണർ വെള്ളമുണ്ട്. അതുകൂടാതെ മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത് KWയുടെ വാട്ടർ കൂടിയാണ്. ഈ കാണുന്ന വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 75 lakhs ആണ്. അത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആണ്. 75 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. നമ്മൾ മാർബിൾ ഹോംസ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ മുന്നിലേക്ക് ബിൽഡേഴ്സ് പണിതിടുന്ന വീടുകൾ കൊണ്ടുവരുന്ന ഒരു മീഡിയേറ്റർ മാത്രമാണ്. നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓണറും നിങ്ങളും ഞങ്ങളും കൂടി ഇരുന്നിട്ട് തന്നെയാണ് ഇതിന്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ ഡിസ്കൗണ്ട് എമൗണ്ടോട് കൂടി ഞങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിത്തരുന്നത്. ലോൺ ഫെസിലിറ്റി വേണമെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഈ വീട് നിർമ്മിച്ച ബിൽഡർ പറയുന്ന പ്രൈസ് എന്താണോ അതാണ് നിങ്ങൾ ഇപ്പോൾ മാർബിൾ ഹോംസിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ഹൈക്കുകളോ ഒന്നും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓണർ പറയുന്ന പ്രൈസ് മാത്രമാണ് നിങ്ങളെ അറിയിക്കുന്നത്. 75 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരെ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ലിമിറ്റഡ് ഓഫർ എന്നൊക്കെ പറഞ്ഞതുപോലെ ഈ ഒരു ഏരിയയിൽ 2 വീടുകൾ മാത്രമാണുള്ളത്. അത് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുക. ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.